ഇനി നമ്മൾ പോകേണ്ടത് ആദിവാസി മലയോര മേഖലയായ തിരുവനന്തപുരം അമ്പൂരിയിൽ സൗജന്യ ടെലിമെഡിസിൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് നിംസ് മെഡിസിറ്റി. പകൽ സമയം ഡോക്ടറുടെ സേവനവും 24 മണിക്കൂറും ടെലിമെഡിസിൻ സൗകര്യവും ഇവിടെ ഉണ്ടാകും. പാറശാല MLA CK ഹരീന്ദ്രനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി മലയോര മേഖലയായ അമ്പൂരിയിലെ തൊടുമല. ഡോക്ടർമാരുടെ സേവനം ലഭിക്കാൻ കിലോമീറ്ററുകൾ പോകേണ്ടിയിരുന്ന തൊടുമല സ്വദേശികളുടെ ദീർഘകാല ആവശ്യം അങ്ങനെ നിറവേറ്റി. പകൽ സമയം പൂർണ്ണമായും ഡോക്ടറുടെ സേവനം ലഭിക്കും. കൂടുതൽ വിദഗ്ധ ഉപദേശം വേണ്ട സാഹചര്യമാണെങ്കിൽ ടെലിമെഡിസിൻ സൗകര്യം ഉപയോഗപ്പെടുത്തും. തൊടുമലയിലെ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ടർമാരുമായി പരസ്പരം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനും നിംസ് ആവശ്യമായ മെഡിക്കൽ സൗകര്യം സൗജന്യമായി കൊടുക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ആരോഗ്യ ചികിത്സാ രംഗത്ത് ഇവിടെ കിട്ടും. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും മറ്റ് ജീവനക്കാരുടെ സൗകര്യവും 24 മണിക്കൂറിന് ലഭിക്കും. നഴ്സും ജീവനക്കാരും അമ്പൂരി സ്വദേശികൾ തന്നെയാണ്. നിംസ് ആശുപത്രിയാണ് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചത്. ഈ ഒരു ടെലിമെഡിസിൻ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മൾ ഇന്ന് എൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ കണ്ടു, നിംസ് മെഡിസിറ്റിയും എൻ്റെ പേരും എല്ലാം കണ്ടു. പക്ഷേ സാധാരണ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നിംസ് ഞാനും വളരെയധികം മുന്നോട്ട് ശക്തിയോടുകൂടി നിന്നിട്ട് അതെ ഞങ്ങളിവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു പഞ്ചായത്ത് ദൗത്യം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ടെലിമെഡിസിൻ ക്ലിനിക്കിൻ്റെ ഈ ഒരു ബിൽഡിംഗ് തന്നെ പഞ്ചായത്ത് നൽകിയ ബിൽഡിംഗ് ഈ രീതിയിൽ പണിയെടുപ്പിച്ച് ഇതിൻ്റെ ഓരോ മേഖലയിലും കൃത്യമായി ഓരോ സിസ്റ്റം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി പ്രയത്നിച്ച് സ്വപ്നം കണ്ട് പലപ്പോഴും പല പ്രോജക്റ്റുകളും പറഞ്ഞപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി എനിക്ക് ഈ അമ്പൂരിയിലെ ജനങ്ങളെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി എനിക്ക് മുന്നോട്ട് വരണമെന്ന് പ്രയത്നിച്ച് ചിന്തിച്ച ഒരേ ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട TK നായർ സാറാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ആ സാർ ഉൾപ്പെടുന്ന ടീം, മനോജും അതിൻ്റെ കൂടെ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സാറിനെ ഞാൻ അതിശയിക്കുന്നത് ഒരു ഗവൺമെൻറ് ഏറ്റവും വലിയ സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിനപ്പുറം വലിയൊരു പോസ്റ്റ് പദവിയുണ്ടോ ഈ ലോകത്ത്? 14 വർഷം പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് ആ റിട്ടയർമെൻറ്റ് ലൈഫിനകത്ത് അദ്ദേഹം ഓരോ സ്ഥലങ്ങളെപ്പറ്റി പഠിച്ച് വരുമ്പം പറയുമായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ഓരോ മാപ്പൊക്കെ എടുത്ത് നോക്കി, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് സംവദിച്ച് ആൾക്കാരെ പറഞ്ഞു വിട്ട് റൂറൽ മേഖലയിൽ പ്രത്യേകം സാന്നിധ്യം കൊടുത്ത് ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന എക്സാമ്പിളായിട്ടാണ് TK നായർ സാറിനെ കാണുന്നത്. 2 ക്ലിനിക്കിൽ അദ്ദേഹം നിംസുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തി വരികയാണ്. ഒന്ന് വെള്ളടയിൽ ഒരു ക്ലിനിക്കുണ്ട്, 2 ചെങ്കൽ ശിവക്ഷേത്രത്തിനകത്ത് ഒരു ക്ലിനിക്ക് സിറ്റിസൺ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷന്റെ കൂടി സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും ഈ സെൻറ്ററിലുണ്ടാവും എല്ലാ ദിവസവും. അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ എല്ലാ സമയവും ഉണ്ടാവും. നിംസ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ കൺസൾട്ടേഷൻ അവർക്ക് ലഭിക്കും. ഇതൊക്കെ ചിലവില്ല, എല്ലാം സൗജന്യമായിട്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ടെലിമെഡിസിൻ സൗകര്യം വ്യാപിപ്പിക്കാനാണ് നിംസ് ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. അപ്പോൾ ഈ നിംസ് മെഡിസിറ്റിയുടെ MD ഫൈസൽ ഖാനോട് ഞാൻ അവിടെ പലപ്പോഴും പല പ്രോഗ്രാമിനും പോകുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ സാമൂഹിക സുരക്ഷയ്ക്കും അല്ലെങ്കിൽ സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പല കാര്യങ്ങൾക്കും ഇതേപോലെ പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അഭിനന്ദനങ്ങൾ.